14 ലക്ഷത്തോളം വിദേശ ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് അവസാനിച്ചു. ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു. സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നലെ വരെ സൗദിയിലെത്തിയത് 13,96,644 വിദേശ ഹജ്ജ് തീർത്ഥാടകരാണ്. ഇതിൽ 13,26,323 തീർത്ഥാടകരും വിമാനമാർഗമാണ് സൗദിയിലെത്തിയത്. 65,228 പേർ റോഡ് മാർഗവും 5,093 പേർ കപ്പൽ വഴിയും ഹജ്ജിനെത്തി. ഹജ്ജിനു മുമ്പുള്ള അവസാന വെള്ളിയാഴ്ചയായ ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിലെത്തിയത് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ്. ഇന്ത്യയിൽ നിന്നുള്ള 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഹറം പള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. ജുമുഅയ്ക്ക് ശേഷം ഇവർക്ക് താമസ സ്ഥലത്തെത്താൻ സഹായിക്കാൻ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രവർത്തകരും മലയാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു. So I would like to take this opportunity to thank every one of the authorities from the Kingdom of Saudi Arabia for their excellent arrangements and very good cooperation with my team. Together as a team, my transport team, which also includes medical apparatus that we set up, all of them have worked tirelessly to ensure that the movement of our Hajis have been seamless. In just about an hour's time, we have transported more than 100,000 pilgrims with the help of our partners here in Saudi Arabia. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന 1,22,000 തീർത്ഥാടകരിൽ 1,18,000 തീർത്ഥാടകർ ഇന്നലെ വരെ സൗദിയിലെത്തി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാ തീർത്ഥാടകരും സൗദിയിലെത്തും. 16,000 മലയാളി തീർത്ഥാടകരാണ് ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ബുധനാഴ്ചയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ.